കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ പരിപാടിയുടെ സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തൽ. വേദിയിൽ സുരക്ഷാ വേലി നിർമ്മിച്ചില്ല, വേദി നിർമ്മിച്ചത് അശ്രദ്ധമായാണ് എന്നൊക്കെയാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് അഗ്നിശമന സേനയുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പരിപാടിയുടെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഉടമ കൃഷ്ണകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഉമാ തോമസ് MLAയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പരാതിയിലെടുത്ത കേസിന്റെ FIRലാണ് ഗുരുതര കണ്ടെത്തലുകൾ. പരിപാടിയിൽ VIP-കൾക്ക് ഇരിക്കാനായി ഒരുക്കിയ സ്റ്റേജിന്റെ മുൻവശത്ത് നടന്നു പോകുന്നതിന് ആവശ്യമായ സ്ഥലം ഇട്ടില്ല. സ്റ്റേജിന് ആവശ്യമായ സുരക്ഷാ കൈവരി നിർമ്മിച്ചില്ല. സ്റ്റേജ് നിർമ്മാണത്തിൽ അശ്രദ്ധ ഉണ്ടായെന്നും FIRൽ പറയുന്നു. പരിപാടിയുടെ സംഘാടകരായ മൃദംഗാവിഷൻ, സ്റ്റേജ് നിർമ്മിച്ച കരാറുകാർ എന്നിവർക്കെതിരെയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. പോലീസ് FIR ശരിവയ്ക്കുന്നതാണ് അഗ്നിരക്ഷാസേനയുടെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട്. സ്റ്റേജുകൾ 2 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതാണെങ്കിൽ 1.2 മീറ്റർ ഉയരമുള്ള ഉറപ്പുള്ള ബാരിക്കേഡുകൾ വശങ്ങളിൽ സ്ഥാപിക്കണമെന്നാണ് ചട്ടം. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഇക്കാര്യം ഉറപ്പാക്കണം. എന്നാൽ ഇത് രണ്ടും കലൂരിൽ ഉണ്ടായില്ല. 1 വരി കസേര ഇടാനുള്ള സ്ഥലത്ത് 2 വരി കസേര ഇട്ടു. ഗ്രൗണ്ടിൽ നടത്താൻ ഉദ്ദേശിച്ച ഉദ്ഘാടന പരിപാടി സ്റ്റേജിലേക്ക് മാറ്റിയ കാര്യം സുരക്ഷാ ഏജൻസികളെ അറിയിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫോറൻസിക് വിഭാഗവും പൊതുമരാമത്ത് വകുപ്പും സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തി. ഗ്യാലറിയിൽ സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിരുന്നില്ലെന്ന് സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തിയ GCDA എഞ്ചിനീയറിംഗ് വിഭാഗവും അറിയിച്ചു. അതിനിടെ പരിപാടിയുടെ പേരിൽ വ്യാപക പണപ്പിരിവ് നടന്നുവെന്ന ആരോപണവുമായി നർത്തകരും രക്ഷിതാക്കളും രംഗത്തെത്തി. പരിപാടിയിൽ പങ്കെടുക്കാൻ 3000 രൂപ മുതൽ 10000 രൂപ വരെ സംഘാടകർ ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.